നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ത്രിശങ്കു രാജാവിൻ്റെ വാക്കുകൾ കേട്ട ഋഷീന്ദ്രപുത്രന്മാർ 100 പേരും ഒരുപോലെ കോപിഷ്ഠരായി ഇങ്ങനെ പറഞ്ഞു: ദുർബുദ്ധിയായ നരപാലക, സത്യവാദിയായ ഗുരുദേവന്റെ വാക്കുകൾ വിട്ടു മറ്റൊരു ശാഖയിൽ തൂങ്ങുവാൻ ആഗ്രഹിച്ചതെന്ത്? ഇക്ഷ്വാകു രാജവംശത്തിന് ആശ്രയമായിട്ടുള്ളതേ ആചാര്യരാണ്. സത്യം മാത്രം പറയുന്ന മഹാത്മാവ് ഭഗവാൻ വസിഷ്ഠ ബ്രഹ്മഋഷി കഴിവില്ലെന്ന് പറഞ്ഞത് ഞങ്ങൾ എങ്ങനെ നടത്തിത്തരും? ആ വാക്കിനെ തട്ടുവാൻ ആർക്കാണ് സാധിക്കുക? നരവരനായ അങ്ങേക്ക് ഇത്രയും ബാലിശമായ കാര്യം തോന്നിയതേ നന്നായില്ല. സ്വന്തം അരമനയിലേക്ക് മടങ്ങൂ. 3 ലോകങ്ങളിലും യജ്ഞം ചെയ്യിക്കുവാൻ കരുത്തുള്ള ഭഗവാന് അവമാനമുണ്ടാകത്തക്ക കർമ്മം ഞങ്ങൾ ചെയ്യുമോ? അതിന് ഞങ്ങൾക്ക് കഴിവുണ്ടെന്ന് തോന്നുന്നുണ്ടോ? കോപം കൊണ്ട് ദേഹം വിറച്ച ആ മുനീന്ദ്രന്മാരുടെ അക്ഷരങ്ങൾ ഇടറിക്കൊണ്ടാണ് പുറപ്പെട്ടിരുന്നത്. വാശിയും അഹംഭാവവുമാർന്ന രാജാവ് വീണ്ടും പറഞ്ഞു: എൻ്റെ ആചാര്യനും പുത്രന്മാരും എന്നെ ഉപേക്ഷിച്ചുവെങ്കിലും ഞാൻ മറ്റേതെങ്കിലും വഴി നോക്കിക്കൊള്ളാം. നിങ്ങൾക്ക് സ്വസ്തി ഭവിക്കട്ടെ. ഈ വാക്കുകൾ കൂരമ്പുകൾ പോലെയാണ് വസിഷ്ഠ ബ്രഹ്മഋഷിയുടെ പുത്രന്മാരിൽ കൊണ്ടത്. അരിശത്തിൻ്റെ പാരമ്യത്തിൽ എത്തിയ അവർ നീ ഒരു ചണ്ഡാളനായി തീരട്ടെ എന്ന് പറഞ്ഞ് അവരുടെ ആശ്രമത്തിലേക്ക് പോയി. കൊട്ടാരത്തിലെത്തിയ രാജാവ് പിറ്റേന്ന് പ്രഭാതത്തിൽ പള്ളി ഉണർന്ന് എഴുന്നേറ്റത് മറ്റൊരു രൂപത്തിലാണ്. കറുകറുത്ത വർണ്ണം, അതേ നിറത്തിലുള്ള വസ്ത്രം, പരുപരുത്ത് ചപ്പിയ തലമുടി, ശ്മശാനമാലകൾ, കുറിക്കൂട്ടുകൾ, കാരിരുമ്പ് ആഭരണങ്ങൾ, അറപ്പ് തോന്നിക്കുന്നൊരു ചണ്ഡാളവേഷമാണ് പള്ളിയറയിൽ നിന്ന് പുറത്തു വന്നത്. അമാത്യന്മാരും സന്തത സഹചാരികളായ പൗരന്മാരും ആ ഭീഷണരൂപത്തെ ഉപേക്ഷിച്ച് ഓടി ഒളിച്ചു. ഏകനായി തീർന്ന രാജാവ് അഹോരാത്രം കത്തിയെരിയുന്ന ഹൃദയത്തോടെ അങ്ങിങ്ങു നടന്ന് വിശ്വാമിത്ര ആശ്രമ സമീപത്തിൽ എത്തി. ധൈര്യത്തോടെ തപോനിധിയുടെ അടുത്തേക്ക് ചെന്നു. ജീവിതം നിഷ്ഫലമായി തീർന്ന ചണ്ഡാള രൂപത്തെ കണ്ട കൗശികൻ കാരുണ്യത്തോടെ കടാക്ഷിച്ചു. തേജോനിധിയായ മാമുനി ഏറ്റവും ധാർമ്മികനായി തീർന്ന് ആ വികൃതാംഗനോട് അങ്ങേക്ക് മംഗളം. മഹാവീരനായ അയോധ്യാധിപ, ശാപത്താൽ ചണ്ഡാളനായി തീർന്ന അങ്ങ് എന്തുദ്ദേശിച്ചാണ് എൻ്റെ അടുത്തേക്ക് വന്നത്? വാക്യജ്ഞനായ വിശ്വാമിത്ര ഋഷിയുടെ ചോദ്യം കേട്ട് സമർത്ഥമായ രീതിയിൽ മഹാരാജാവ്: മഹാത്മാവായ മാമുനീന്ദ്ര, എന്നെ ഗുരുവും ഗുരുപുത്രന്മാരും ഉപേക്ഷിച്ചു. ആഗ്രഹം സഫലമാകാതെ ഇങ്ങനെ വികൃത രൂപത്തിലായി തീർന്നു. ഉടലോടെ സ്വർഗത്തിലേക്ക് പോകണമെന്നായിരുന്നു എൻ്റെ ആശ. വളരെ യാഗങ്ങൾ തെറ്റുപറ്റാതെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്നുവരെയും അസത്യം പറഞ്ഞിട്ടില്ല, ഇനി പറയുകയുമില്ല. എന്നിട്ടും അതിൻ്റെ ഒന്നും ബലം സിദ്ധിച്ചിട്ടില്ല. ഏതു തരത്തിലുള്ള വിഷമം സംഭവിച്ചിട്ടും ക്ഷത്രിയ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല. ഇതെല്ലാം സത്യമാണ്. അനേകം യജ്ഞങ്ങൾ ചെയ്തു, ധാർമ്മികമായി ജനങ്ങളെ കാത്തുരക്ഷിച്ചു. മഹാനുഭവന്മാരായ ആചാര്യന്മാരെ ശുശ്രൂഷ വൃത്തി കൊണ്ട് സന്തോഷിപ്പിച്ചു. ഇങ്ങനെ ധർമ്മത്തിൽ അടിയുറച്ച മനസ്സോടെ മഹായാഗം ഒന്ന് ചെയ്യാൻ ഇഷ്ടപ്പെട്ടിട്ടും എൻ്റെ ഗുരുക്കന്മാർ സന്തുഷ്ടരായി തീരുന്നില്ല. മുനി പുങ്കവ, ദൈവം തന്നെയാണ് എല്ലാറ്റിലും വെച്ച് ശ്രേഷ്ഠനായവൻ. പൗരുഷം ഏറ്റവും നിസാരം തന്നെ. ഏതൊന്നിലും ഉപരിയായി നിൽക്കുന്നത് ഈശ്വരൻ മാത്രം. ദൈവമൊഴികെ മറ്റൊരു ഗതി ഏതൊരാൾക്കും എപ്പോഴും ഉണ്ടാകില്ല. ഭഗവാനെ, അവിടുത്തേക്ക് മംഗളം ഭവിക്കട്ടെ. എൻ്റെ കർമ്മങ്ങൾ ദൈവം ഉടച്ചു കഴിഞ്ഞു. ഞാൻ ഇന്ന് നിരാലംബനായി. മറ്റൊരാളെ ഞാൻ ശരണം പ്രാപിക്കുകയില്ല. മറ്റൊരു ശരണവുമില്ല. അവിടുത്തെ പൗരുഷം കൊണ്ട് ദൈവവിധിയെ പിന്തിരിപ്പിക്കണേ. ചണ്ഡാല രൂപധാരിയായ നരപാലകന്റെ വാക്കുകൾ കേട്ട കൗശികനന്ദനൻ മധുരമായി പറഞ്ഞു: ഇക്ഷ്വാകു വംശനന്ദനായ ഉണ്ണി, അങ്ങേക്ക് സ്വാഗതം. അങ്ങ് ഏറ്റവും ധാർമ്മികനാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അഭയമേകുന്നു. നരവര, ഒട്ടും ഭയപ്പെടേണ്ട. പുണ്യകർമ്മ നിരതരായ മഹർഷിമാരെ ഞാൻ ക്ഷണിക്കാം. യജ്ഞനിർവഹണത്തിന് അവരെല്ലാം സഹായിക്കും. അല്പവും ദുഃഖമില്ലാതെ യജിക്കാം. ഗുരുശാപം കൊണ്ട് സിദ്ധിച്ച ഈ വികൃത രൂപത്തോടു കൂടി തന്നെ സ്വർഗത്തിലേക്ക് പോകാം. ഈ ഘാതീസുതനെ അങ്ങ് ശരണം പ്രാപിച്ചതോടെ സ്വർഗം അങ്ങയുടെ കയ്യിലായി എന്ന് വിശ്വസിച്ചോളൂ. അഭയമേകുവാൻ പ്രാപ്തനാണ് ഈ കൗശികൻ. തേജസ്സേറിയ വിശ്വാമിത്രൻ പരമധാർമ്മികന്മാരായ പുത്രന്മാരെ യജ്ഞസംഭാരങ്ങൾ ഒരു കൂട്ടുവാൻ നിയോഗിച്ചു. എല്ലാ ശിഷ്യന്മാരെയും വിളിച്ച്: വത്സന്മാരെ, എൻ്റെ ആജ്ഞയനുസരിച്ച് എല്ലാ ഋഷിവര്യന്മാരെയും ശിഷ്യരോടും സുഹൃത്തുക്കളോടുമൊത്ത് വിഘ്നരായ ഋത്വിക്കുകളെയും കൊണ്ടുവരിക. എൻ്റെ ക്ഷണത്തെ അനാദരിച്ച് ആരു തന്നെ ആയാലും പറഞ്ഞത് അതേപടി സത്യമായി എന്നോട് പറയണം. ഗുരുനാഥൻ്റെ കൽപ്പന കേട്ട അന്തേവാസികളെല്ലാം എല്ലാ ദിക്കുകളിലും എത്തി. എല്ലാവരെയും ക്ഷണിച്ചു. നാനാ ദിക്കിൽ നിന്നും ബ്രഹ്മജ്ഞന്മാരായവർ വന്നു ചേർന്നു തുടങ്ങി. മാത്രമല്ല, ബ്രാഹ്മണർ വിശ്വാമിത്ര വാക്യത്തെ മാനിച്ച് പറഞ്ഞതും ശിഷ്യർ വിവരിച്ചു. തുടർന്ന്: ഭഗവാനെ, അവിടുന്ന് അരുളി ചെയ്തതനുസരിച്ച് മഹോദയത്തിലുള്ളവരൊഴികെ എല്ലാവരും വരുന്നുണ്ട്. മഹോദയവാസികൾ 100 പേർ വസിഷ്ഠപുത്രരാണ്.
മഹാനുഭാവനായ മാമുനീന്ദ്ര, ദ്വേഷം കൊണ്ട് ഇടറുന്ന അക്ഷരങ്ങളോടെ വസിഷ്ഠസൂതന്മാർ പറഞ്ഞത് അതേ നിലയിൽ തന്നെ ഉണർത്താം. യജ്ഞയജമാനനായ ക്ഷത്രിയൻ, വിശേഷവിധിയാർന്നൊരു ചണ്ഡാളൻ ആ സദസ്സിൽ നിന്ന് ദേവന്മാരും ഋഷിവര്യന്മാരും എങ്ങനെയാണ് ഹവിസ് ഭക്ഷിക്കുക? മഹാത്മാക്കളായ ബ്രാഹ്മണർ ചണ്ഡാളന്റെ ഭക്ഷണം കഴിച്ചാൽ വിശ്വാമിത്രന്റെ രക്ഷ കൊണ്ട് സ്വർഗത്തിലെത്തുമോ? കോപം കൊണ്ട് കലങ്ങിയ കണ്ണുകളോടെയാണ് വസിഷ്ഠ തനയന്മാർ ഇത്രയും പറഞ്ഞതു തന്നെ. മുനിസിംഹമേ, അവരെല്ലാം മഹോദയവാസികളുമാണ്. ശിഷ്യന്മാർ പറഞ്ഞ തപോനിധികളുടെ വാക്കുകൾ വിശ്വാമിത്രന്റെ നേത്രങ്ങളെ ആരക്തങ്ങളാക്കി. അരിശം കൊണ്ട് അധരങ്ങൾ വിറച്ചു തുടങ്ങി. ആ വദനത്തിൽ നിന്ന് പുറപ്പെട്ടത് ഇങ്ങനെയായിരുന്നു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.